എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ യാമിക്കുട്ടി ഇതാ അച്ഛൻ്റെ നെഞ്ചത്ത് കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് സ്ഥിരം കാഴ്ചയാണ്. ഞാൻ എണീക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഞാൻ വാവക്ക് പാലെല്ലാം കൊടുത്തിട്ട് ഏട്ടൻ വാവേനെ എടുത്തിട്ട് ഹാളിലേക്ക് പോകും കേട്ടോ. ആ അരമണിക്കൂർ എന്നോട് സുഖമായിട്ട് ഒന്ന് നിച്ചുവിനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയും. രാത്രിയത്തെ ഉറക്ക ക്ഷീണമെല്ലാം ആ ഒരു അരമണിക്കൂർ ഉറക്കത്തിൽ അങ്ങ് മാറിക്കോളും. അപ്പോൾ അങ്ങനെ ഉറക്കമൊക്കെ എണീറ്റ് ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ട് അങ്ങ് ഫ്രഷ് ആയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ബ്രഷ് ചെയ്ത് മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് സമാധാനമാണ്. ഇപ്പം നിച്ചൂട്ടി സ്കൂളിൽ പോകാൻ തുടങ്ങിയല്ലോ, ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് തിരക്കാണ് മോളെ റെഡിയാക്കിയിട്ട് സ്കൂളിലേക്ക് വിടുന്നതിൻ്റെ. അപ്പോൾ ബ്രഷൊക്കെ ചെയ്ത് ഞാൻ പല്ല് തേച്ച് ചായയും കുടിച്ചിട്ട് നിച്ചൂട്ടിനെ എണീപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി അടുക്കളയിലേക്ക് പോയതാണ്. കുറേ കമൻസൊക്കെ വരുന്നുണ്ട്, ചേച്ചി പണിയൊക്കെ എടുത്ത് തുടങ്ങിയോ, എങ്ങനെയാണെന്ന് പെട്ടെന്ന് റിക്കവർ ആയെന്നൊക്കെ. പണിയൊന്നും എടുക്കാൻ തുടങ്ങിയിട്ടില്ല, അതെല്ലാം ഇപ്പോൾ അമ്മ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അമ്മ എന്നെ അടുക്കളയിൽ കയറ്റാനൊന്നും തുടങ്ങിയിട്ടില്ല, ആയിട്ടില്ല, കുറച്ച് നാളും കൂടെ കഴിയട്ടെ, റെസ്റ്റ് എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ തന്നെ അമ്മ ഇതാ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിന്. അപ്പം ദോശയും ചെറുപയറും അറിയാമെന്ന് ഇന്ന്. അത് തിന്നിട്ട് വേണം നിച്ചൂട്ടിനെ എണീറ്റ് റെഡിയാക്കി വിടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് എന്താണെന്ന് അറിയോ? നമ്മുടെ ഫാമിലീൻ്റെ സപ്പോർട്ടാണ്. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി മുക്കാലും ക്ഷീണവും അതുപോലെ തന്നെ വേദനയും ബാക്കി ടെൻഷനും കാര്യങ്ങളും ഒക്കെ റിക്കവർ ആയിക്കോളും. ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം പഴയതുപോലെ പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും കേട്ടോ. അതെന്തായാലും എൻ്റെ ഫാമിലി കൂടെ ഉള്ളതുകൊണ്ട് അതായിരിക്കും കുറച്ചും കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് റിക്കവർ ആയി ഞാൻ തോന്നാനുള്ള കാരണം. അപ്പോൾ ദോശ ഞാൻ എടുക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത്, നമ്മളെ ഒരു മിനിറ്റ് ഇതാ ചെറുപയർ ചൂടാക്കുന്നേ ഉള്ളൂ എന്ന്. അമ്മക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിലെല്ലാം ഭയങ്കര തിരക്കാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ടെൻഷനൊക്കെ മുഖത്ത് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത് മെല്ലെ ചെയ്താൽ മതി, ധൃതിയാക്കണ്ടെന്ന് എത്ര പറഞ്ഞാലും നമുക്ക് ഒരു ടെൻഷനാണ്. അപ്പോൾ ചെറുപയർ കറി ചൂടാവുന്ന സമയമുണ്ട്. അമ്മ ഇവിടെ ബീട്രൂട്ട് തോരൻ ഉച്ചക്കേക്ക് ഉണ്ടാക്കുന്നുണ്ട്, ദോശ ഉണ്ടാക്കുന്നുണ്ട്. ക്യാരറ്റ് ഇവിടെ അച്ഛൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച് തന്നിട്ടുണ്ട് കേട്ടോ, നിച്ചൂട്ടിക്ക് സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ചെറുപയർ ചൂടാക്കുന്ന സമയം കൊണ്ട് ഒന്ന് നിച്ചൂട്ടിനെ പോയി എണീപ്പിക്കാമെന്ന് വെച്ചു. രാവിലെ എണീപ്പിക്കാൻ കുറച്ച് പണിയാണ്, പ്രത്യേകിച്ച് ഇന്ന് സ്കൂളിൽ പോകണം എന്നുള്ള കാര്യം മൈൻഡിലുണ്ടല്ല. സ്കൂളിൽ പോകാൻ ആൾക്ക് കുറച്ച് മടിയുണ്ട്. തുറന്നിട്ട് ഇത് രണ്ടാമത്തെ ദിവസമേ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ അങ്ങ് ശരിയായിക്കോളൂ. കുറേ കഥയെല്ലാം പറഞ്ഞ് ഓമനിച്ച് പിടിച്ചിട്ട് വേണം സ്കൂളിലേക്കെല്ലാം ഒന്ന് റെഡിയാക്കി വിടാൻ വേണ്ടിയിട്ട്. ഓരോ ഇതും കഴിയണമല്ലോ. ഒന്ന് ബാത്റൂമിൽ പോയി പല്ലേച്ച് കുളിച്ച് ചായ കുടിച്ച് റെഡിയാക്കി ഇത്രയും പറയണമെങ്കിൽ ഞാൻ ഇല്ല കഥ മുഴുവൻ പറയണം, ഓരോരാളെ വെച്ചിട്ട്. മാളു ചേച്ചീനെ പറ്റിയിട്ടും മാളു ചേച്ചി ചെറുപ്പത്തിലുണ്ടായ കാര്യം, അങ്ങനെ പെട്ടെന്ന് കഥകൾ പറഞ്ഞാൽ നിച്ചു അറിയാണ്ട് ഓരോ കാര്യം അങ്ങ് ചെയ്തോളൂ. അപ്പോൾ ഇപ്പം മെയിൻ ടാസ്ക് ഇതാണ്, രാവിലെ തന്നെ തുടങ്ങും എൻ്റെ കഥപ്പെട്ടി തുറക്കാൻ വേണ്ടിയിട്ട്. ഓരോരാളെ കഥയും പണ്ടത്തെ ചെറുപ്പത്തിലുള്ള കഥയും എല്ലാം പറയും. നിച്ചൂട്ടിനെ എണീപ്പിച്ച് ബ്രഷൊക്കെ ചെയ്തിട്ടുണ്ട്, ഏട്ടൻ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഡീറ്റെയിൽഡ് റെസിപ്പി കാണിക്കുന്നില്ല, ഞാൻ ഓൾറെഡി മുന്നേ കുറേ വീഡിയോസിൽ ക്യാരറ്റ് ഹൽവേൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നിച്ചൂട്ടിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുത്തയച്ച് കഴിഞ്ഞാൽ നിച്ചൂട്ടി കഴിച്ചോളുമല്ലോ. അതുകൊണ്ടാണ് ഇതാണ് നിച്ചൂട്ടിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്, ക്യാരറ്റ് ഹൽവ. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കൊക്കെ എന്താണ് സ്നാക്സ് ബോക്സിൽ കൊടുത്തേക്കുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് എനിക്കും ഉപകാരമാവും. ഓരോരോ ദിവസവും കൊടുത്തേക്കാൻ വേണ്ടി എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കലാണ് തലേന്ന്. അപ്പോൾ ബാക്കി ഈ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർ കമൻറ്റ്സ് വായിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കാമല്ലോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും കൂടെ അത് ഉപകാരമാവും. അതുകൊണ്ട് വീഡിയോ കാണുന്നവർ നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ജസ്റ്റ് ഒരു റെസിപ്പിയോ അല്ലെങ്കിൽ പേരോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും അല്ലേ? ഇല്ല, അമ്മ കഴിച്ചില്ല. ഇൻട്രസ്റ്റ് ഇല്ല മോളെ ചായ കുടിക്കാൻ. വേഗം കഴിക്കും, ഇൻട്രസ്റ്റ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മര്യാദക്ക് ഫുഡ് കഴിച്ചോ. അമ്മ ഇപ്പം കഴിക്കുന്നേ ഇല്ല, 8:30 കഴിക്കുന്നില്ല അമ്മ. ഒരു താല്പര്യമില്ല. നിച്ചു അമ്മേന്റെ സ്കൂളിൽ പോയിട്ട് എന്തല്ലേ? അമ്മേന്റെ സ്കൂളിലല്ലേ? ഭയങ്കര സന്തോഷം. എനിക്ക് ആ സ്കൂളിൽ ചേർത്തിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ മോളെ അടുത്ത് എല്ലാം അമ്മേന്റെ ടീച്ചേഴ്സ് എല്ലാരും ഉണ്ടായതുകൊണ്ട് എന്തോ ഒരു സമാധാനമാണ്. ആദ്യമായിട്ട് പോകുമ്പോ നമുക്കൊരു ടെൻഷൻ കുറവ് അല്ലേ? ഒരു പുതിയ സ്കൂളിൽ തോന്നില്ലല്ലോ. എല്ലാം അമ്മേന്റെ സ്കൂളിലാണ്. എനിക്കധികം പരിചയമില്ലെങ്കിൽ പക്ഷെ ടീച്ചേഴ്സിന് എല്ലാരും അറിയാം. അതുകൊണ്ട് പോകുമ്പോ തന്നെ നമ്മളെ കുറെ അറിയുന്ന ആളുള്ളത് കൊണ്ട് അവർക്കെല്ലാം മോളെ അറിയാം. അതെ, എല്ലാവർക്കും അറിയാം. പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിലും അറിയാണ്ടില്ല, എന്നാലും അവർക്ക് അറിയാം. ഇവര് പറഞ്ഞു കേട്ടിട്ട് അറിയാം മോളെ. എൻ്റെ ക്യാരറ്റ് ഹൽവേൻ്റെ പരിപാടി ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇനി നിച്ചൂട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും കുറച്ച് മടിയാണ്. ലീവുള്ള ദിവസമാണ് നമുക്ക് വെച്ച് കൊടുത്ത് എങ്ങനെയെങ്കിലും സമയത്ത് കഴിച്ചോട്ടെ എന്ന് വിചാരിക്കുക. പക്ഷേ സ്കൂളിലും അംഗൻവാടിയിലെല്ലാം പോകുന്ന സമയത്ത് രാവിലെ ഫുള്ള് വയറ് നിറച്ച് വിട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. വയറ് നിറക്കുക എന്നല്ല, കുറച്ചെങ്കിലും എന്തെങ്കിലും കഴിച്ചാൽ മാത്രമേ സമാധാനം ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും, വിശക്കോ ക്ഷീണാവോ അങ്ങനെയുള്ള കാര്യത്തിൽ. അപ്പോൾ ക്യാരറ്റ് ഹൽവയാണ് ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് കണ്ടപ്പോൾ ഒരാൾ മെല്ലെ അടുക്കളയിലേക്ക് വന്നിട്ട് അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ചുട്ടി.
അവിടെ വന്ന് നിന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മയെ എനിക്കിന്ന് സ്കൂളിൽ പോകണ്ട, ഞാൻ നാളെ പോയിക്കോളാം, ഇന്ന് ലീവ് തരുമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഒരു ദിവസമായിട്ട് സ്കൂൾ തുറന്നിട്ട്, പക്ഷേ ലീവിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടിഫിൻ ബോക്സ് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി കഴുകി ഉണക്കി വെച്ചതാണ്. ഒന്ന് ജസ്റ്റ് തുടച്ചിട്ട് ഇനി ഇത് സെറ്റാക്കണം. അമ്മേൻ്റെ പണിയെല്ലാം അമ്മ ഏകദേശം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിച്ചുട്ടിനെ റെഡിയാക്കുന്ന സമയത്ത് അച്ഛൻ്റെയും അമ്മേൻ്റെയും കയ്യിലായിരിക്കും വാവി ഉണ്ടാവുക. രാവിലെ ഞാൻ പാല് കൊടുത്തിട്ട് ഏകദേശം ഫുള്ളാക്കി കൊടുത്തു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും അങ്ങനെ എടുത്തിരുന്നോളൂ നിച്ചുട്ടിനെ വിടുന്ന സമയം വരെ. വീഴും. നിച്ചുട്ടിനെ വേഗം ഡ്രസ്സെല്ലാം മാറ്റിച്ച് ഞാൻ മാലയും വളയൊന്നും ഇങ്ങനെ കാണാണ്ട് അറിയാണ്ട് കഥ പറഞ്ഞുകൊണ്ട് ഇട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് ഇട്ടത് ആൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ മുഖത്ത് വലിയൊരു തെളിച്ചം കാണുന്നില്ലല്ലോ. അത് സ്കൂളിൽ പോകുന്നതിൻ്റെ ആണ് ഒരു ഉന്മേഷക്കുറവ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിച്ചുട്ടി സെറ്റ് ആയിക്കോളൂ. അതെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവല്. അങ്ങനെ പറഞ്ഞോണ്ട് എൻ്റെ മോളെ മെടുക്കല്ലേ. ഇതെടുത്തിട്ട് ടീച്ചർ ആടെ വെക്കും തോന്നല്ലേ ഡെസ്കിന്റെ മേല മറിയാണ്ടിക്കാനാ. ഓ അതിങ്ങനെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി യൂസാക്കി വെക്കൂലേ, അപ്പൊ ബാഗിൽ മണഞ്ഞ മോശാവൂലേ, അതുകൊണ്ട് എല്ലാം എടുത്ത് അത് നല്ല കാര്യമാണ് അല്ലേ. ഓരോ സൈഡിൽ ചിലപ്പോ പിള്ളേർ വേഗം കുടിച്ചിട്ട് മുടുക്കിടാണ് ഇങ്ങനെ വേഗം വെക്കും അല്ലേ, അതുകൊണ്ടല്ലേ. മുട്ടിട്ട്. ഓ ആ അത് നല്ല ഐഡിയ തന്നെ. ഓ അതിനാ ടീച്ചർ ആടെ മേടിച്ചു വെക്കുന്നേ. അമ്മ ഇന്നലെ ഉണ്ട് വിചാരിക്കുന്നത് ടീച്ചർ എന്തിനാ പാടം മേടിച്ചു വെച്ചത്. നല്ല തന്നെ, അത് നല്ല തന്നെ. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഗവൺമെൻറ് സ്കൂളിലാണ് നിച്ചുട്ടിനെ ചേർത്തിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം നിച്ചുട്ടിനെ കൂട്ടാൻ പോയപ്പോൾ ഇതാ കുറേ കുട്ടികൾ നമ്മൾ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണേ. ഒന്നില്ലേ ഓക്കെ സബ്സ്ക്രൈബറാ പേര് പറ. നിന്റെ നിന്റെ ഓക്കെ എന്നല്ലേ. ഓക്കെ വിട്ടോ. ഓക്കെ ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ട് അങ്ങനെ തന്നെ അത് തിരിച്ചു മാറ്റി വെച്ചു കേട്ടാ. നിച്ചുട്ടിക്ക് സ്കൂളിലേക്ക് ഓട്ടോ ഉണ്ട്. അപ്പം അതിൻ്റെ ഒന്നും ശരി ലെവലായിട്ടില്ല. അതുകൊണ്ട് ടീച്ചർ നോക്കിയിട്ട് പറയാന്നാ പറഞ്ഞേ. അതുകൊണ്ട് നമ്മൾ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി. അപ്പോൾ പുറത്ത് ഇറങ്ങുമ്പോഴേക്കും ഉണ്ട് ഇന്ന് ഓട്ടോ വന്നിട്ട്. ആൻറ്റി ഉണ്ട് അതിനകത്ത്, സ്കൂളിലത്തെ ഇവരായി ഉണ്ടല്ലോ, അവരും ഉണ്ട് അതിനകത്ത്. പക്ഷെ പ്രതീക്ഷിക്കാണ്ടായി പോയില്ലേ. ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ടോ നിച്ചുട്ടിക്ക് മുന്നേ ഓട്ടോന് പോകണം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടെന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഇന്ന് പോകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിച്ചുട്ടിക്ക് അന്ന് കുറച്ച് വാശിയെല്ലാം ഉണ്ട്. ഇന്ന് സ്കൂളിൽ പോകണ്ടെന്നെല്ലാം മറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് റൂമിൽ തന്നെ. പെട്ടെന്ന് ഓട്ടോ വന്നപ്പോൾ എടുത്ത് കയറ്റിയല്ല, അപ്പൊ കരഞ്ഞ് ബഹളാക്കിയിട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് എനക്കെന്തോ ഒരു മൂഡ് ഓഫ് ആയി പോയി. പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് ആദ്യമായിട്ടല്ലേ നമ്മൾ ഓട്ടോയിൽ പോകുന്നത്. അതുകൊണ്ട് എന്തോ ഒരു സങ്കടമായി പോയി. പക്ഷെ സാറില്ല ഇടുന്ന് വാശി പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു, വരില്ല ബൈക്കിൽ കയറൂല എന്നെല്ലാം പറഞ്ഞിട്ട്. പെട്ടെന്ന് പോയോണ്ട് അതിന് കുഴപ്പമില്ല. അങ്ങനെ ഒരു സങ്കടം അങ്ങനെ മനസ്സിലുണ്ട് അത്രേ. അപ്പോഴേക്കിതാ അടുത്ത സങ്കടം എന്താന്ന് വെച്ചാൽ യാമി കുട്ടിക്ക് ഇന്ന് വാക്സിൻ എടുക്കേണ്ട ദിവസമാണ്. 1.5 മാസത്തിന്റെ വാക്സിൻ ഇന്നാണ് എടുക്കേണ്ടത്. ബുധനാഴ്ചയാണ് ഉണ്ടാവുക. അപ്പൊ ഇനി അതിന് കൊണ്ടുപോകണം. ഇനി അതിന്റെ കുത്തലും കൂടെ കണ്ട് സഹിക്കാനുള്ള ശേഷി എനിക്കില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എടുത്തല്ലേ പറ്റുമോ എന്തായാലും. അതുകൊണ്ട് എനിക്ക് കുളിപ്പിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പോകണേ. പ്രസവരക്ഷ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ പിന്നെ ഞാൻ തന്നെയാണ് കേട്ടോ യാമിക്കുട്ടീനെ എണ്ണയെല്ലാം തേപ്പിക്കൽ, അമ്മ കുളിപ്പിക്കും, അങ്ങനെയാണേ ചെയ്യൽ. എണ്ണ തേക്കൽ വലിയ ഇഷ്ടമല്ല ആൾക്ക്. അതുകൊണ്ട് ഭയങ്കര കരച്ചിലും ബഹളെല്ലാം ആയിരിക്കും. അപ്പൊ നിച്ചൂട്ടി ഇതാ വേഗം കുളിച്ചിട്ട് വന്നേ. അമ്മ അയ്യോ യാമിക്കുട്ടി ഇടക്കിടക്ക് നിച്ചൂട്ടിയുടെ വായിൽ വരുന്നു കേട്ടാ. യാമിക്കുട്ടി കുളിച്ചിട്ട് വന്നേ. അമ്മമ്മ കുളിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നല്ല പാർട്ടി വെയർ ഡ്രസ്സെല്ലാം ഇടുന്നുണ്ട്. സാധാരണ എൻ്റെ അമ്മ എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് നീക്കി തരില്ലല്ലോ എന്നാ യാമി ചോദിക്കുന്നത് കേട്ടാ.
എന്താ നമ്മൾ അടിപൊളി ഉടുപ്പെല്ലാം ഇട്ട് വലിയ കുട്ടിയായേ. നമുക്ക് 2 മാസം ആവാനായി, അതുകൊണ്ട് നമ്മള് വലിയ കുട്ടിയാന്നേ. വലിയ കുട്ടിയാന്ന്. ആരാ അമ്മന്റെ വലിയ കുട്ടി? അമ്മന്റെ വലിയ കുട്ടി ആരാ? അങ്ങോട്ട് നോക്കിനെ എന്തിനി? നീ ഇങ്ങോട്ട് നാത്തരോ, ഇങ്ങോട്ട് നാത്തരോ. അച്ഛനും അമ്മക്കെല്ലാം മൊത്തം ശോകം മൂകമായിട്ടാണ് ഉള്ളത്. യാമീനെ കുത്തേണ്ട കാര്യം ആലോചിച്ചിട്ട് ഇന്നലെ മുതലേ രണ്ടാളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അയ്യോ ഞാൻ ആ പരിസരത്ത് നിൽക്കുകയേ ഇല്ല, അമ്മോട് ഞാൻ വരുവേ ഉള്ളൂ, പുറത്തേ നിൽക്കൂലൂ, എനിക്ക് കാണാൻ പറ്റൂല എന്നുള്ള നല്ല സങ്കടത്തിലാണ് ഉള്ളത്. അപ്പൊ യാമിക്കുട്ടി ഇതാ റെഡി ആയിട്ടുണ്ടേ, ഡ്രസ്സെല്ലാം ചെയ്ത് അച്ചി റെഡിയായി. ഇനി അമ്മ വേഗം റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് കുത്താൻ പോവാം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇതാ ഞാനും റെഡി ആയിട്ടുണ്ട്. ഇനി യാമിക്ക് കുറച്ച് പാൽ കൊടുക്കണം, എന്നിട്ട് നമുക്ക് പോവാം. ഞാൻ ഇതാ പുതിയ ഉടുപ്പെല്ലാം ഇട്ടിട്ടുണ്ടേ, കരയാൻ തുടങ്ങി. പോട്ടെ, നമ്മൾ റെഡിയായേ. നമ്മളിതാ സുന്ദരി ആയിട്ടുണ്ടേ. അപ്പൊ ഇതെല്ലാം റെഡി ആയിട്ട് പോവാന്. അമ്മയും വരുന്നുണ്ട്, അമ്മയും റെഡി ആയിട്ടുണ്ട്. സമയം 11 മണി ആവാനായി. എണീച്ച് പോയ പിന്നെ അല്ലേ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞേ. അപ്പൊ നമുക്ക് തിരക്കുണ്ടാവുമെന്ന് അറിയില്ല. യാമിക്കുട്ടിക്ക് ഉറക്കം വരുന്നുണ്ട്, പോയി നോക്കാം. അവിടെ എത്തുമ്പോഴേക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി. 3 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ, 2 കാലിനും 1 കൈക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പാലും കൊടുത്തിട്ടുള്ള ഇരിപ്പാണ് ഇത്. അപ്പോൾ കരച്ചിലൊക്കെ ഏകദേശം നിന്നിട്ടുണ്ട്. അതുകൊണ്ട് അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റും. അപ്പോൾ നമ്മൾ അരമണിക്കൂർ ആവാൻ കാത്തു നിൽക്കുകയാണ്. നമ്മൾ വാക്സിൻ കൊടുത്ത് തിരിച്ചെത്തിയേ. അവിടെ നിന്ന് ഒന്ന് ക്ലിപ്സ് എടുത്തിട്ടാ കരയുന്നതിൻ്റെ ഇടക്ക്. പിന്നെ അമ്മേനെ അങ്ങോട്ട് ഉള്ളിലോട്ട് കയറ്റിയില്ല. ഞാൻ പോയി കുത്തി കൊടുത്ത് അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിനി. ഞാൻ അരമണിക്കൂർ ഇരുന്നിട്ടല്ലാന്ന് വന്നിനി. ആ കുത്തുന്ന് കാണുമ്പോൾ നമുക്ക് കണ്ട് സഹിക്കാൻ പറ്റില്ലപ്പാ. 3 കുത്തുണ്ട്. 1.5 മാസത്തിൻ്റെ കാലിന് 1 കൈക്കും 2 കാലിനും. അപ്പം അത്രയും കരിയല്ലോ ഓരോ കുത്തിനും. അയ്യോ ഞാനും കരഞ്ഞു പോയി അവിടെ നിന്ന് ഇങ്ങനെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തായാലും എടുത്തല്ലേ പറ്റും. അതുകൊണ്ട് സ്ഥലം പക്ഷെ അധികം കരഞ്ഞിട്ടില്ല കേട്ടോ, ഓരോ കുത്തിനുമേ കരഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറേ നേരം കരഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വല്ലാണ്ട് വിഷമാവും. പിന്നെ പാലെല്ലാം കൊടുത്ത് അരമണിക്കൂർ ഇരുന്ന് ഇനിയിപ്പോൾ പനീൻ്റെ മരുന്ന് കൊടുക്കണം. പനിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. ഇന്നും നാളെയും 6 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കൊടുക്കട്ടെ. ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് നമ്മൾ വരുന്ന സമയം കൊണ്ട് ഏട്ടൻ വണ്ടി തിരിച്ച് സ്നാക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. പക്ഷേ യാമീൻ്റെ ആ ഒരു ഇഞ്ചക്ഷൻ കുത്തി ആ ഒരു സമയത്ത് എനിക്ക് വിശപ്പ് ഫീൽ ചെയ്തിട്ടില്ല. ഏട്ടൻ വിളിച്ചിട്ട് ഞാൻ കടി വാങ്ങിയിട്ടുണ്ട്, പോയിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അയ്യോ എനിക്ക് വിശക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് വന്ന ഉടനെ തന്നെ അമ്മ വേഗം ചായയും വെച്ചിട്ട് നമ്മൾ സ്നാക്സ് എല്ലാം കഴിച്ച് ചായ എല്ലാം കുടിച്ച്. അപ്പോഴാണ് കുറച്ച് സമാധാനമായത്. യാമിക്ക് കാലുവേദന വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കാല് അനക്കുന്ന സമയത്ത് ഇങ്ങനെ കരയുന്നുണ്ട്, ചെറുങ്ങനെ തടിപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വന്ന ഉടനെ തന്നെ മരുന്നെല്ലാം കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അതിന് പനിക്കുമല്ലോ, അതിൻ്റെ എന്ത് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും കുഞ്ഞു മക്കളിങ്ങനെ കുത്തുന്ന സമയത്ത് ഭയങ്കര സങ്കടമല്ലേ. പ്രത്യേകിച്ച് ഇത് കുത്തുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ കണ്ണിൽ തന്നെ നോക്കിയിട്ട് നിൽക്കും. യാമി ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ കണ്ണിൽ തന്നെ നോക്കി നിൽക്കുവാന്ന്. ഇതെന്താ അമ്മ എന്നെ രക്ഷിക്കാത്ത, ഇതെന്താ അമ്മ എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള അർത്ഥത്തിൽ ആ ഒരു നോട്ടെല്ലാം കാണുമ്പോൾ ശരിക്കും ഭയങ്കര സങ്കടമാവും കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ബാക്കിയുള്ളവരെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്, അത് സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരമ്മയാവുമ്പോഴായിരിക്കും ശരിക്കും നമ്മളെ അമ്മമാരുടെ വില നമുക്ക് മനസ്സിലാവുക. അതിന് മുന്നേ നമുക്ക് നമ്മളെ അമ്മമാർ അത്രയും പ്രിയപ്പെട്ടതായിരിക്കും. എന്നാലും നമ്മളെ അമ്മമാരെ നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയത്, നോക്കിയത് എന്നുള്ളത് ശരിക്കും നമ്മൾ ആ ഒരു ജേർണിയിലേക്കൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും എൻ്റെ അമ്മയെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ കാലത്ത് അമ്മ എന്നെല്ലാം പറയുന്ന അത്രയും വലിയ തറവാട്ടിലേക്ക് അമ്മ ആദ്യത്തെ മരുമകളായിട്ട് വന്നതാണ് കേട്ടോ. ഒരു 8ഓളം ആണുങ്ങളും ബാക്കി അച്ഛൻ അമ്മ അങ്ങനെ എല്ലാവരും ഉള്ള വലിയ തറവാടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെ നോക്കാനെല്ലാം ഭയങ്കര പണിപ്പെട്ടിട്ടുണ്ടായിനി. പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ അടുക്കള പണിയെല്ലാം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നതെല്ലാം ശരിക്കും അത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഇത്രയും ഫ്രീ ആയിട്ട് കൺവീനിയൻ്റ് ആയിട്ടും നമുക്ക് വാവേനെ നോക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ് അല്ലേ. അപ്പോൾ അന്നത്തെ കാലത്തുള്ള അമ്മമാരൊക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും നമ്മൾ അങ്ങനെ നോക്കി വളർത്താൻ വേണ്ടിയിട്ട്. ശരിക്കും അമ്മ അച്ഛൻ എന്നെല്ലാം പറയുന്ന ആ ഒരു വാക്കിന് എത്രയോ മഹത്തായ അർത്ഥങ്ങളുണ്ട്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ എന്ത് കൈവിട്ടാലും നമ്മുടെ അച്ഛനെയും അമ്മയും നമ്മൾ എന്തായാലും ചേർത്ത് പിടിക്കണം. ഇപ്പം ഞാൻ 2 കുട്ടികളുടെ അമ്മയായതുകൊണ്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ. ശരിക്കും നമ്മളെ അച്ഛനെയും അമ്മേനെയും നമ്മൾ ഇപ്പം നമുക്ക് ശരിക്കും അവർക്ക് നമ്മൾ ആവശ്യം ഉണ്ടാവില്ല. അവർക്ക് ആവശ്യമുള്ള ഒരു കാലം ഉണ്ടാവും. ആ ഒരു സമയത്തായിരിക്കണം നമ്മുടെ മൊത്തം സ്നേഹവും സപ്പോർട്ടും അവർക്ക് കിട്ടേണ്ടത്. ഇപ്പം നമുക്ക് തന്നതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് അച്ഛൻ്റെ അമ്മേൻ്റെയും കാര്യം വന്നപ്പോൾ കുറച്ച് ഇമോഷണലായിപ്പോയി. അതൊക്കെ അവിടെ നിൽക്കട്ടെ. യാമിക്കുട്ടിക്കുള്ള മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ.
മരുന്ന് ഫസ്റ്റ് കൊടുത്തപ്പോൾ കുറച്ച് വേഗം കുടിച്ച് പിന്നെ ഇങ്ങനെ ചിടുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഫുള്ള് ആമീൻ്റെ കൂടെ തന്നെ ആയിരിക്കും. താഴെ വെക്കാണ്ട് എടുത്ത് നടക്കേണ്ടി വരും. നല്ല വേദനയും പനിയും എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.